സൽമാനെ നീ ഇതെങ്ങോട്ടാ? കുറെ ദിവസം ലീവൊക്കെ അല്ലയോ, ഫീൽഡിലൊക്കെ ഒന്ന് പോട്ടെ, കുറെ വർക്കൊക്കെ പെൻഡിങ്. റോഡിൽ ഇറങ്ങണമൊക്കെ കൊള്ളാം, പക്ഷെ നിയമങ്ങൾ മാറിയിട്ടുണ്ട്, ഒന്ന് സൂക്ഷിക്കണേ. അതെന്താ മാറ്റം? കഴിഞ്ഞ 29 അഥവാ പെരുന്നാൾ അവധി ദിനങ്ങളിൽ ശനിയാഴ്ച ഒരു വലിയ മാറ്റം UAE ട്രാഫിക് നിയമങ്ങളിൽ വന്നിട്ടുണ്ട്. ഒരുപാട് വലിയ മാറ്റങ്ങളുണ്ട്. അതിൽ ഏകദേശം 46 ലക്ഷം ഇന്ത്യൻ രൂപയോളം പിഴ വരുന്ന നിയമലംഘനങ്ങൾ വരെയുണ്ട്. മാത്രമല്ല തടവ് ശിക്ഷയും ലഭിക്കും. ഏതൊക്കെയാണ് മാറ്റങ്ങൾ എന്നറിയണ്ടേ? ഗുരുതരമായ നിയമലംഘനങ്ങൾക്ക് ജയിൽ ശിക്ഷ അടക്കം 2 ലക്ഷം ദിർഹം വരെ, ഏകദേശം 1/2 കോടി രൂപയോളം പിഴയും ലഭിച്ചേക്കും. മാർച്ച് 29 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ ട്രാഫിക് നിയമങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഇതൊക്കെയാണ്. നിയുക്തമല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് നിയമം ലംഘിച്ച് റോഡ് മുറിച്ച് കടക്കുന്നവർക്ക് അതിനിടെ അപകടങ്ങളിൽപ്പെട്ടാൽ തടവ് ശിക്ഷയും 5000 മുതൽ 10,000 ദിർഹം വരെ പിഴയും ലഭിക്കും. 80 കിലോമീറ്ററോ അതിൽ കൂടുതൽ വേഗപരിധിയോ ഉള്ള സോണുകളിൽ റോഡ് ക്രോസ് ചെയ്യുന്നവർക്ക് കുറഞ്ഞത് 3 മാസം തടവും 10,000 ദിർഹം മുതൽ പിഴയുമാണ് ശിക്ഷ. ഇനി മദ്യപിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചുമാണ് വാഹനമോടിച്ചതെങ്കിൽ 2 ലക്ഷം ദിർഹം വരെയാണ് പിഴയായി ലഭിക്കുക. ആവർത്തിച്ചുള്ള കുറ്റവാളികൾക്ക് തടവും കനത്ത പിഴയും നേരിടേണ്ടി വരും. ഒന്നിലധികം കുറ്റകൃത്യങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വരെ റദ്ദാക്കിയേക്കും. രാജ്യത്ത് അംഗീകരിക്കാത്ത വിദേശ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്ന ഏതൊരാൾക്കും ആദ്യം 2,000 മുതൽ 10,000 ദിർഹം വരെ പിഴയും, ആവർത്തിച്ചുള്ള കുറ്റകൃത്യങ്ങൾക്ക് 3 മാസത്തിൽ കുറയാത്ത തടവും 5,000 മുതൽ 50,000 ദിർഹം വരെ പിഴയും ലഭിക്കും. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവർക്കും ഇതുതന്നെയാണ് ശിക്ഷ. ഒരാളുടെ മരണത്തിന് വരെ കാരണമാകുന്ന തരത്തിൽ ഡ്രൈവ് ചെയ്താൽ തടവും 50,000 ദിർഹത്തിൽ കുറയാത്ത പിഴയും ശിക്ഷയായി ലഭിക്കും.